സ്നേഹിച്ചിട്ടുണ്ട്. ഹദീസിൽ കാണാം ഉഹുദ് മലയെ സംബന്ധിച്ച് ഉഹുദുൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു, ഉഹുദ് നമ്മെ സ്നേഹിക്കുന്നുണ്ട്, ഉഹുദ് മല നമ്മെ സ്നേഹിക്കുന്നുണ്ട്. ഒരു ഹദീസിൽ കാണാം അല്ലാഹുവിന്റെ റസൂലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹും ഇവരോ ഒന്നായി ഒരു ദിവസം ഉഹുദ് മലയുടെ മുകളിൽ കയറി. ഉഹുദ് മലയുടെ മുകളിൽ കയറുക അത്ര എളുപ്പമുള്ളതൊന്നുമല്ല, സാധാരണയിൽ ചെയ്യാത്തതാണ്. ഇവര് 4 പേരും കയറിയപ്പോൾ സഹീഹുൽ ബുഖാരിയുടെ ഹദീസാണ്. വഹാബികൾക്ക് സഹീഹുൽ ബുഖാരി ഏതായാലും പറ്റുമല്ലോ. ഉഹുദ് കിടുങ്ങി. എന്തിന് കിടുങ്ങി? അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് ഇഫ്തിഖാർ, റസൂലുള്ളാഹി തങ്ങൾ വന്ന സന്തോഷത്തിൽ ഉഹുദ് കിടുങ്ങി എന്നാണ് അയിമ്മത്ത് പറഞ്ഞത്. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുമ്പോ, റസൂലുള്ളാഹി തങ്ങളുടെ നബിദിനമാകുമ്പോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നല്ല മദ്ഹ് ഗീതം, റസൂലുള്ളാഹിന്റെ മദ്ഹ് ഗീതങ്ങൾ കേൾക്കുമ്പോ മനുഷ്യൻ അറിയാതെ ഇഹ്തിസാസ്, അവന്റെ ശരീരത്തിന് അനക്കം സംഭവിക്കും. അത് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അത് അനുഭവിക്കാൻ വേണ്ടി നോക്കാന്നല്ലാതെ കണ്ട് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അത് അയിമ്മത്തൊക്കെ അങ്ങനെ തന്നെയാ. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്ന ടൈമിൽ, അതുപോലെ തന്നെ അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലുന്ന ടൈമിൽ ശരീരം ആടിപ്പോകും. മല കിടുങ്ങിയതിനെ സംബന്ധിച്ച് അയിമ്മത്ത് പറയുന്നു, ഇത് അല്ലാഹുവിന്റെ റസൂല് എന്റെ മേത്തുണ്ടല്ലോ, എന്റെ മുകളിലുണ്ടല്ലോ എന്നതൊക്കെ സന്തോഷിച്ചുകൊണ്ട് കിടുങ്ങിയതാ. തൂരിസിനാ പർവ്വതം കിടുങ്ങിയിട്ടുണ്ട്. മൂസ നബി ഉള്ളപ്പോഴല്ല, തന്റെ കൗമ് അല്ലാഹുവിനെ കാണണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർക്ക് റജ്ഫത്ത് സംഭവിച്ചു പോയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അതുണ്ട്, കിടുങ്ങിപ്പോയി. അയിമ്മത്ത് ഇത് രണ്ടും വെച്ചിട്ട് പറയുന്നു, റസൂലുള്ളാഹി തങ്ങളെ കയറിയ ടൈമിൽ മല കിടുങ്ങിയത് അത് ഹസ്സത്തു ത്വറബ്, സന്തോഷത്തിന്റെ കിടുക്കമാണ്. ഫളായിലുൽ മദീനയിൽ കാണാം. എന്നാൽ മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹം അല്ലാഹുവിനെ നേരിട്ട് കണ്ടാലേ നിന്റെ ദീൻ അംഗീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആ ടൈമിൽ മല കിടുങ്ങിയത് ഹാദിഹി റജ്ഫത്തുൽ ഉളബി, ഒന്ന് റജ്ഫത്തുൽ ത്വറബ്, ഒന്ന് റജ്ഫത്തുൽ ഉളബ്. ഒന്ന് ദേശത്തിന്റെ കിടുക്കമാണ്, ഒന്ന് സന്തോഷത്തിന്റെ കിടുക്കമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ നിന്ന് ദിക്ർ ചൊല്ലുന്നത് ഇമാം അബൂ നുഐം തങ്ങൾ തന്റെ ഹല്യത്തുൽ ഔലിയയിൽ ഉദ്ധരിക്കുന്നു. കാനൂ, സഹാബികളായിരുന്നു, ഇദാ ദക്കറുല്ലാഹ്, അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലുമ്പോൾ അവർ ഒരു ഭാഗത്ത് ഒരു കമാ തമീദു ഷജറ, മരം ആടുന്ന പോലെ ദിക്റിൽ അവർ ആടിപ്പോകുന്നതാണ്. ഹദീസിൽ കാണാം. അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് കേട്ട് റസൂലുള്ളാഹി തങ്ങളെ തന്നെ തമായല കമാ തതമായലുൽ അഷ്ജാർ, മരം കാറ്റുപിടിച്ച പോലെ റസൂലുള്ള ആടി എന്ന് മഹാന്മാര് പറയുന്നു. അല്ലാമ ഖർബൂത്തിയൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. അതിന് നൃത്തമെന്നൊന്നും പറയരുത് സഹോദരന്മാർ. അങ്ങനെ പറയുന്ന അത് വേടാ. നമ്മളെ എന്നതിന് ഇഷ്കെന്താണെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. ഇഷ്കിന്റെ ആളുകളെ ബുറുദ ചൊല്ലുന്നവരെ അല്ലെങ്കിൽ ദിക്ർ ചൊല്ലുന്നവരെ നോക്കി കാണുമ്പോൾ അങ്ങനെ തന്നെയാ തോന്നുക. നമ്മൾ ബുറുദ ചൊല്ലണം, പരിസര ശ്രദ്ധയില്ലാതെ ബുറുദയിൽ ലയിച്ച്, റസൂലുള്ളാഹിന്റെ മദ്ഹിൽ ലയിച്ച്, അല്ലെങ്കിൽ ദിക്റിൽ ലയിച്ച്, അതിന്റെ മഅനയിൽ ചിന്തിച്ചും അത് മനസ്സിൽ കൊണ്ടുവന്നും ചൊല്ലിയാൽ ഈ എതിർപ്പ് പറയുന്ന ആളുകളും അറിയാതെ ചെയ്തു പോകും. നാം ആശിഖാകുന്നില്ല, ആശിഖിനെ ശ്രദ്ധിക്കുന്നവരായി മാറി. നാം മാദിഹാകുന്നില്ല, മാദിഹിനെ ശ്രദ്ധിക്കുന്നവരായി മാറി. ഇതാണ് സംഭവം. ഒരു റോട്ടിലൂടെ ഒരു പ്രകടനം പോവുകയാണെങ്കിൽ കൈപൊക്കിക്കൊണ്ടൊരു കൂട്ടരങ്ങനെ ജിന്ദാബാദ് വിളിച്ചു പോകുമ്പോൾ പുറത്തുള്ളവൻ എന്തിനാവും കൈപൊക്കുന്നത് എന്ന് ചിന്തിക്കുന്നതിന് അർത്ഥമില്ല. നീ ആ വരിയിലൊക്കെ ഇറങ്ങ്, എന്നിട്ട് ആശയം നിന്റെ മനസ്സിൽ നിന്ന് കൊണ്ടുവന്നാൽ നീയും അവനൊപ്പിച്ച് കൈപൊക്കും. ഇതാണ് കാണികളായാണ്. ഇന്ന് ഇഷ്കിനെ കാണാനാണ് ആൾക്കാരുള്ളത്. ബുറുദയൊക്കെ അങ്ങനെ ആയി മാറി. കുറെ ആളുകൾ അപ്പുറത്തുനിന്ന് വീക്ഷിക്കാം. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമുള്ള നല്ല മനുഷ്യന്മാർ, മോശക്കാരല്ല. അവരിത് കേൾക്കുന്നില്ല. അവർ എന്താ അവിടെ നടക്കണതെന്ന് ഇങ്ങനെ നോക്കുക. സഹോദരന്മാരെ, എന്തൊരു മുസീബത്താ, എന്തൊരു അപകടമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ദാക്കിറായി മാറുക, അല്ലാഹുവിന്റെ റസൂലിന്റെ മാദിഹായി മാറുക, അല്ലാഹുവിന്റെ റസൂലിന്റെ ആശിഖായി മാറുക. അതിന് പുറത്തുനിന്ന് കൊണ്ടുവന്നൊരു സാധനമല്ല ഈ ആശിഖ് എന്ന് പറഞ്ഞത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശിഖിനെ നോക്കിക്കണ്ടാ പോരാ, നാം ആശിഖാവണം. നമ്മക്കൊണ്ടുള്ളത്, നമ്മുടെ മനസ്സിലുള്ള ഇഷ്ക് നമ്മൾ പുറത്തു കൊണ്ടുവരണം. അത് തന്നെയല്ലേ റബീഉൽ അവ്വലിന്റെ മുമ്പ് തുടങ്ങി സുന്നികളായ മുഅ്മിനീങ്ങൾക്ക് അവിടെ മനസ്സിന് ചലനം പറ്റി. റബീഉൽ അവ്വൽ വരുന്നു എന്ന് പറഞ്ഞ് എത്ര സ്ഥലങ്ങളിലാണ് ബോർഡുകൾ തൂങ്ങിയത്. മർഹബൻ ബി ഷഹ്രിൽ ഹബീബ്, ഹബീബിന്റെ മാസത്തിന് സ്വാഗതം. എല്ലാ സ്ഥലത്തും റസൂലുള്ളാഹിന്റെ മദ്ഹിന്റെ ബോർഡുകളാണ്. റസൂലുള്ളാഹിന്റെ പേരിൽ ചെയ്ത ഒന്നും വെറുതെ ആവുകയില്ല. തോരണങ്ങൾ തൂക്കിയതിന് കൂലിയുണ്ട്, നല്ല ലൈറ്റുകൾ വെച്ചതിന് കൂലിയുണ്ട്, റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞതിന് കേട്ടതിനൊക്കെ കൂലിയുണ്ട്, റസൂലുള്ളാഹിന്റെ പേര് എവിടുന്ന് പറഞ്ഞു ആ പേരിലൊക്കെ കൂലിയുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനോട് ബന്ധപ്പെട്ട് എന്ത് ചെയ്തോ അല്ലാഹു തആല തള്ളുകയില്ല, അത് സ്വീകരിച്ചേ പറ്റൂ. മഹാനായ യൂസുഫ് നബഹാനി തങ്ങളുടെ ചരിത്രത്തിൽ കാണാം. യൂസുഫ് നബഹാനി തങ്ങൾ തന്നെ പറയുന്നു തന്റെ സഅദത്തുദ്ദാറൈൻ ഫി സ്വലാത്തി അലാ സയ്യിദിൽ കൗനൈൻ എന്ന ഗ്രന്ഥത്തിൽ,